ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ സ്ക്വയർ ഐഡന്റിറ്റീസ് അഥവാ വർഗ സമവാക്യങ്ങളിലെ 6ാമത്തെ ഭാഗമാണ്. അതായത് നമ്മൾ രണ്ട് ഐഡന്റിറ്റീസ് പഠിച്ചു അല്ലേ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറും എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറും, ഈ രണ്ട് ഐഡന്റിറ്റീസ് ആണ് നമ്മൾ പഠിച്ചത്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അപ്പം ഞാൻ ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതി, എന്നിട്ട് പ്ലസ് 2xy കൂട്ടാനുള്ളതല്ലേ, നമുക്ക് ഓർഡർ മാറിയാലും പ്രശ്നമില്ല. പിന്നെ രണ്ടാമത്തെ ഐഡന്റിറ്റി നമ്മൾ പഠിച്ചത് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, അതും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy, ഇങ്ങനെ എഴുതാം. ഈ രണ്ട് ഐഡന്റിറ്റീസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഈ രണ്ട് ഐഡന്റിറ്റീസും കൂടെ ഒന്ന് കൂട്ടാൻ പോവുകയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുക, നമുക്കറിയാം ഇങ്ങനെ കൂട്ടാൻ പഠിക്കുക. ഈക്വൽ ടു സൈൻ നേരെ താഴെ എഴുതി എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിന്റെ കൂടെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ കൂട്ടി. ഇനി എക്സ് സ്ക്വയറിന്റെ കൂടെ എക്സ് സ്ക്വയർ കൂട്ടുമ്പോൾ 2x സ്ക്വയർ കിട്ടുമല്ലോ, വൈ സ്ക്വയറിന്റെ കൂടെ വൈ സ്ക്വയർ കൂട്ടുമ്പോൾ 2y സ്ക്വയർ കിട്ടുമല്ലോ. ഈ പ്ലസ് 2xy മൈനസ് 2xy കൂടെ കൂട്ടുമ്പോൾ 0 ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, രണ്ട് കോമൺ അല്ലേ, അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാമല്ലോ അല്ലെ? അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നത് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ്. 2 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതി ഈക്വൽ ടു ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഫുള്ള് ഞാൻ റൈറ്റിലേക്കും കൊണ്ടുവരികയാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതൊരു പൂർണ്ണവർഗമാണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിന്റെ തുകയല്ലേ ഇത്? അപ്പൊ എന്ത് കിട്ടും? 2 ടൈംസ് ആ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് കിട്ടും. ഇനി നമുക്ക് 10 എന്നുള്ള ഒരു നമ്പർ വേണം. 10. ആ 10നെ നമുക്ക് ഇപ്പൊ നോക്കിക്കേ, എക്സിന് 2ഉം വൈക്ക് 1ഉം ഇട്ട് കൊടുത്താൽ 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. പ്ലസ് 1ന്റെ സ്ക്വയർ 1 തന്നെ, 4 1 5 ആണ്. 5 × 2 അല്ലേ 10. അപ്പൊ ഇവിടെ അതിനെ എങ്ങനെ എഴുതാം? എക്സിന് ഞാൻ എന്താ കൊടുത്തത്? 2 ആണ് കൊടുത്തത്. പ്ലസ് വൈക്ക് 1 കൊടുത്തു, ഹോൾ സ്ക്വയർ പ്ലസ് 2 മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ആരെ? നമുക്ക് 10 എന്ന സംഖ്യയെ. അപ്പൊ 10നെ 2 പൂർണ്ണവർഗങ്ങളുടെ തുകയായിട്ട് എഴുതണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐഡന്റിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഐഡന്റിറ്റിയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ഐഡന്റിറ്റി മറന്നു പോകരുത്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി പഠിച്ചായിരുന്നു. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിൽ നിന്ന് 4xy സബ്ട്രാക്ട് ചെയ്യുമ്പം എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ കിട്ടുമെന്ന് പഠിച്ചു. ഈ മൈനസ് 4xy ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ 4xy ഈക്വൽ ടു, ഇവിടെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഉണ്ട്. ഇനി ഇവിടെ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇത് നോക്കിക്കേ, ഈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു പൂർണ്ണവർഗമാണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പൂർണ്ണവർഗമാണ്. അതിന്റെ വ്യത്യാസമല്ലേ 4xy. നേരത്തെ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇപ്പൊ രണ്ട് ഐഡന്റിറ്റിയാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇപ്പൊ ഒന്നാമത് പഠിച്ച ഐഡന്റിറ്റി 2 പൂർണ്ണവർഗങ്ങളുടെ, 2 പെർഫെക്റ്റ് സ്ക്വയർസിന്റെ തുകയാണ്. രണ്ടാമത് പഠിച്ചത് 2 പെർഫെക്റ്റ് സ്ക്വയർസ്, 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഈ ഐഡന്റിറ്റി നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി ഇവിടെ നമുക്ക് വൈക്ക് 1 കൊടുക്കുവാണെങ്കിൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. അതുപോലെ ഇവിടെ വൈക്ക് 1 കൊടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ 1 കൊടുക്കുമ്പോൾ 4x മാത്രമാവും. അത് നമുക്ക് വില അനുസരിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ഇപ്പൊ പഠിച്ച ഈ ഇതിനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണല്ലോ, ഈ 4നെ അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് വൈ ഈക്വൽ ടു, ഈ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഇവിടെ 2 ടേംസ് ഉണ്ട്, 2ന് സെപ്പറേറ്റ് ഡിവിഷൻ കൊടുക്കാമല്ലോ. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ബൈ 4
മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ബൈ 4 എന്ന് കൊടുക്കാമല്ലോ. ഈ 4ന് എന്തിൻ്റെ പൂർണ്ണവർഗമാണ്, എന്തിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്? 4 2ന്റെ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഈ 4ന് പകരം 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇനി മുകളിലും സ്ക്വയർ ഉണ്ട്, താഴെയും സ്ക്വയർ ഉണ്ട്, രണ്ടിടത്തും അല്ലേ. അപ്പം നമുക്ക് ഇതിനെ എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. മുകളിലും താഴെയും സ്ക്വയർ തന്നെ ആയതുകൊണ്ട് അതിനെ ഒന്നിച്ചൊരൊറ്റ സ്ക്വയറിനകത്ത് ഇടാം. അപ്പോൾ എക്സ് വൈ ഈക്വൽ ടു ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ, വൈക്ക് 1 ആണെങ്കിൽ എക്സ് പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് ഈ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സംഖ്യകളുടെ ഗുണനഫലം, പ്രോഡക്റ്റ് ആണ് അല്ലേ. അപ്പം നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, 135 ഇൻറ്റു 65 അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സിന് 135ഉം വൈക്ക് 65ഉം കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി കണ്ടിട്ട് സ്ക്വയർ കാണുക, അത് തമ്മിൽ കുറച്ചിട്ട് പകുതി കണ്ടിട്ട് സ്ക്വയർ കാണുക. ഇത് കൂട്ടുമ്പോൾ എന്ത് വരും? 135ഉം 65ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? 200 വരും. ആ 200ന്റെ പകുതി കാണുമ്പോൾ എന്തായി? 100. 100ന്റെ സ്ക്വയർ എത്രയാണ്? 100നകത്ത് 2 പൂജ്യമുണ്ട്, സ്ക്വയർ കാണുമ്പോൾ 4 പൂജ്യം മൈനസ്. ഇനി 135, എക്സ് 135 ആണ്, അതിൽ നിന്ന് 65 കുറയ്ക്കുക, കുറച്ചിട്ട് പകുതി കാണണം. അപ്പോൾ എത്ര വന്നു? 70 വന്നു. 70യുടെ പകുതി എത്രയാണ്? 35. ഇനി 35ന്റെ സ്ക്വയർ എങ്ങനെയാ കാണുന്നത്? 4 3s are 12, 1225. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വരും? 10,000 മൈനസ് 1,225, 8,775 കിട്ടി. ഇനി നമ്മളോട് വേറൊരു നമ്പർ ചോദിക്കുകയാണ്, അതായത് 26.5 ഇൻറ്റു 23.5. ഇങ്ങനെ ഡെസിമൽ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. 26.5ൻ്റെ കൂടെ 23.5 ആഡ് ചെയ്തിട്ട് പകുതി കണ്ടിട്ട് സ്ക്വയർ കാണുക, അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കുറച്ചിട്ട് പകുതി കണ്ടിട്ട് സ്ക്വയർ കാണുക. എന്നിട്ട് ആ രണ്ട് ആൻസറുകൾ തമ്മിൽ കുറച്ചാൽ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ കിട്ടും. ഇനി നമുക്ക് പേജ് നമ്പർ 53 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യത്തിൽ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് അല്ലേ. ആദ്യം ചോദിച്ചിരിക്കുന്ന അതിൻ്റെ 2 സ്റ്റെപ്പ്, അടുത്ത 2 സ്റ്റെപ്പ് കൂടെ എഴുതണം. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബീജഗണിത രൂപം ഉപയോഗിച്ച് പൊതു തത്വം കണ്ടുപിടിക്കണം. ഓൾജിബ്രൈക് ഫോം ഉപയോഗിച്ചിട്ട് ഒരു ജനറൽ ഫോം നമുക്ക് ഉണ്ടാക്കണം, ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ടാക്കണം. അപ്പം നമ്മുടെ പാറ്റേൺ നമുക്ക് ആദ്യം എഴുതാം. ഇവിടെ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇപ്പോൾ പാറ്റേണിനകത്ത് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പൂർണ്ണവർഗങ്ങളുണ്ട്, അതിൻ്റെ തുകയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ തുക തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് അടുത്ത 2 ലൈൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഇവിടെ ഹാഫ്, 1 1/2, 2 1/2, അര, 1/2, 2/2. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റെപ്പ് എന്താവും? 3/2 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ 1/2, 2/2, 3/2, പിന്നെ വരുന്നത് 4/2 ഈക്വൽ ടു. ഇനി ഇവിടെ 2 8 18 എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ 2 കോമൺ അല്ലേ. ഇപ്പം നമ്മൾ ഇത് ആദ്യം എഴുതുന്നില്ല, ഇവിടെ 2 കോമൺ ആണ്. ഇപ്പം 2 ഇൻറ്റു 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ, അടുത്ത എന്ത് വരും? 4 സ്ക്വയർ വരും. 4 സ്ക്വയർ എത്രയാണ്? 4ന്റെ സ്ക്വയർ വർഗം എത്രയാണ്? 16. 16 ഇൻറ്റു 2 എത്ര വന്നു? 32. അപ്പോൾ ആ 32ന്റെ കൂടെ എല്ലായിടത്തും ഹാഫ് കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഹാഫ്, 1 1/2, 2 1/2, 3 1/2 വരെ എത്തി. ഇനി അടുത്ത 4 1/2 സ്ക്വയർ പ്ലസ് ഇവിടെ 1 1/2, 2 1/2, 3 1/2, 4 1/2, 1/2, 2/2, 3/2, 4/2, പിന്നെ 5/2 സ്ക്വയർ ഈക്വൽ ടു. ഈ നമ്പർ എഴുതുന്നതിന് മുമ്പ് നമുക്കിവിടെ ആദ്യത്തെ നമ്പർ 2 ആണ്, പിന്നെ 1 സ്ക്വയർ 2 സ്ക്വയർ 3ന്റെ വർഗം 4ന്റെ വർഗം പിന്നെ 5ന്റെ വർഗം. 5ന്റെ വർഗം എത്ര? 25. 25 ഇൻറ്റു 2 എത്ര? 50. അപ്പോൾ 50 എഴുതിയിട്ട് പിന്നെ ഹാഫ് എഴുതുക. ഇപ്പം 2 സ്റ്റെപ്പ് കിട്ടിയല്ലോ.
ഇനി നമുക്കിവിടെ ഒരു ബീജഗണിത രൂപം ഉപയോഗിച്ച് പൊതുവായ തത്വം ഉണ്ടാക്കണം അല്ലെ. ഓൾജിബ്രൈക് ഫോം നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അതിനായിട്ട് ഇത് ആദ്യത്തെ ഒരു പൂർണ്ണവർഗമാണ്, രണ്ടാമത്തെ ഒരു പൂർണ്ണവർഗമാണ്, അതിന്റെ തുകയാണ്. നമ്മൾ 2 ഐഡന്റിറ്റീസ് ആണ് ഇന്ന് പഠിച്ചത്. 2 പൂർണ്ണവർഗങ്ങളുടെ തുകയും പഠിച്ചു, വ്യത്യാസവും പഠിച്ചു. അപ്പൊ തുകയുടെ ആ ഒരു ഫോമാറ്റിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അല്ലെ. അതെന്താണെന്നാണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ആ ഒരു ഫോമാറ്റാണ് കൊണ്ടുവരേണ്ടത്. അതെന്താണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്താണ് നമ്മൾ പഠിച്ചു? 2 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെന്ന് പഠിച്ചു. ഇവിടെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കി, ഏറ്റവും ചെറിയ നമ്പർ ഇതാണല്ലോ, അരയും 1/2 കിടക്കുന്നത്. അര ആദ്യത്തെ വന്നിരിക്കുന്ന ചെറുതും രണ്ടാമത് വന്നിരിക്കുന്ന വലുതുമാ. 1/2 ആണല്ലോ അരയേക്കാളും വലുത്. ഇപ്പൊ ഇവിടെ നോക്കി, നമ്മൾ ഏത് 2 സംഖ്യകൾ കൂട്ടിയാലാണ് കൂടുതൽ വരുന്നത്? കുറയ്ക്കുമ്പോൾ ചെറുത് വരും. പക്ഷെ ഈ ഓർഡറിലാണോ അവിടെ കിടക്കുന്നത്? ആദ്യം ചെറുത് പിന്നെ വലുത്. ഇവിടെ കിടക്കുമ്പോൾ ആദ്യം വലുതും പിന്നെ ചെറുതുമാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചെഴുതണമല്ലോ. അപ്പൊ ആദ്യം നമുക്കിതിനെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇനി ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നോക്കിക്കേ, ഈ അരയും 1/2. അപ്പോൾ നമുക്ക് വേണ്ട 2 സംഖ്യകളുടെ വ്യത്യാസവും തുകയുമായിട്ട് കിട്ടണം അല്ലെ. അപ്പോൾ 1ഉം അരയും എടുത്തു കഴിഞ്ഞാൽ 1ൽ നിന്ന് അര കുറയ്ക്കുമ്പോഴല്ലേ അര കിട്ടുന്നത്, 1ന്റെ കൂടെ അര കൂട്ടുമ്പോഴല്ലേ 1/2 കിട്ടുന്നത്. അപ്പൊ എക്സിന് എന്ത് വില കൊടുക്കണം? എക്സിന് 1 കൊടുക്കുക മൈനസ് അര, വൈക്ക് അര കൊടുക്കുക, പ്ലസ് എക്സിന് 1 കൊടുക്കുക, വൈക്ക് അര കൊടുക്കുക. അപ്പൊ എക്സ് ഇത് ആദ്യത്തത് എക്സ് മൈനസ് വൈ, രണ്ടാമത്തത് എക്സ് പ്ലസ് വൈ അല്ലെ. ഇനി ഈക്വൽ ടു 2 ടൈംസ്, ഇവിടെ എക്സ് എത്രയാണ് എടുത്തത്? 1 ആണ്. 1 സ്ക്വയർ പ്ലസ് വൈ എത്രയാണ്? ഹാഫ് ആണ് എടുത്തത്, ഹാഫ് സ്ക്വയർ അല്ലെ. അപ്പൊ 2 ഇൻറ്റു 1 സ്ക്വയർ 1 ആണ്, പ്ലസ് ഹാഫ് സ്ക്വയർ എത്ര? 1/4. അപ്പൊ 2 ഇൻറ്റു 1 2 തന്നെ, പ്ലസ് 2 ഇൻറ്റു 1/4. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോവല്ലോ. അപ്പൊ എത്ര വന്നു? ഹാഫ് എന്ന് വന്നു. അപ്പൊ 2 പ്ലസ് ഹാഫ് അല്ലേ 2.5. അപ്പൊ നമുക്ക് ആദ്യത്തെ ആൻസർ 2.5 കിട്ടിയല്ലോ. അപ്പൊ ആദ്യത്തത് ശരിയായി. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, 1.5ഉം 2.5. അപ്പൊ ഏത് സംഖ്യകളായിരിക്കണം? ഇവിടെ നോക്കിയാൽ മതി, കൂട്ടുമ്പോൾ 2.5 കിട്ടണം അല്ലെ. അപ്പൊ വൈ ഇവിടെ എല്ലായിടും ഹാഫ് ഉള്ളതുകൊണ്ട് വൈ എന്താക്കി എടുക്കാം? ഹാഫ് ആക്കി എടുക്കാം അല്ലെ. വൈ ഹാഫ് ആക്കി എടുത്തു, മൈനസ് അപ്പൊ എത്ര വന്ന്? 2ൽ നിന്ന് ഹാഫ് കുറയ്ക്കുമ്പോഴല്ലേ 1.5 കിട്ടുന്നത്, പ്ലസ് ഇവിടെ 2 പ്ലസ് ഹാഫ് ആണ് 2.5. എല്ലായിടവും ഹാഫ് ഉള്ളതുകൊണ്ട് വൈയുടെ വാല്യൂ ഹാഫ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈക്വൽ ടു, ഇവിടെ റൈറ്റ് സൈഡിലെ വില ഇട്ട് കൊടുത്ത് 2 ഇൻറ്റു എക്സിന് 2ഉം വൈക്ക് ഹാഫും, ഹാഫിന്റെ സ്ക്വയർ 1/4. അപ്പൊ 2 ഇൻറ്റു 4 പ്ലസ് 1/4 എന്ന് എഴുതാമല്ലോ. അങ്ങോട്ട് 2 ഇൻറ്റു 4 എത്ര? 8 പ്ലസ് 2 ഇൻറ്റു 1/4. നേരത്തെ ഞാൻ കാണിച്ചു, 2 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1/2 ആണ്. അപ്പൊ 8 പ്ലസ് 1/2 അതല്ലേ 8.5. ശരിയല്ലേ? ഇനി അടുത്തത് ഇവിടെ വരുമ്പോ എന്ത് വരും? കൂട്ടുന്നത് ആദ്യം നോക്കുക, അപ്പൊ പെട്ടെന്ന് കിട്ടും. 3.5 വരണമെങ്കിൽ 3 പ്ലസ് ഹാഫ്, അപ്പൊ 2.5 വരണമെങ്കിൽ 3 മൈനസ് ഹാഫ്. അപ്പൊ ഇവിടെ 3 ഇട്ട് കൊടുത്താൽ അപ്പൊ ഒരു 3 ഹാഫ് മാറുന്നില്ലല്ലോ, വൈയുടെ വില മാറുന്നില്ലല്ലോ. അപ്പൊ 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 9. അപ്പൊ ഇവിടെ എന്താകും? 2 ഇൻറ്റു 9 പ്ലസ് 9 അല്ലെ. 2 ഇൻറ്റു 9 എത്രയാണ്? 18 ആണ്. ബാക്കി ഒന്നും വ്യത്യാസം വരുന്നില്ല. അപ്പൊ 18 പ്ലസ് ഹാഫ് എന്താ? 18.5 കിട്ടിയല്ലോ. അപ്പൊ ഈ ഒരു ഐഡന്റിറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലെ. അപ്പം ഇതിന്റെ പൊതുവായിട്ടുള്ള തത്വം എഴുതുമ്പോൾ എങ്ങനെ എഴുതും? വൈക്ക് എന്താ വില ഇട്ട് കൊടുത്തത്? നമ്മൾ വൈക്ക് ഹാഫ് ആണ്, അത് ഫിക്സ്ഡ് ആണ് അല്ലെ, അത് ഫിക്സ്ഡ് ആണ്. അപ്പൊ ഇവിടെ വൈയുടെ വില നമ്മൾ 1/2 ആക്കി മാറ്റിയാൽ മതി. ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള തത്വം. 1/2ന്റെ സ്ക്വയർ, ഇതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള തത്വം. ആ തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെയും ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്.
അപ്പോൾ ആ പാറ്റേൺ 8ന്റെ ഗുണിതങ്ങളാണെന്നും പറഞ്ഞിട്ടുണ്ട്. 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവിടെ 2 ഡിഫറെന്റ് നമ്പേഴ്സ് കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അടുത്ത 2 സ്റ്റെപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ ചോദ്യം പോലെ തന്നെ ബീജഗണിത രൂപം ഉപയോഗിച്ച് ഒരു പൊതുവായ തത്വം ഉണ്ടാക്കണം അല്ലെ. ഓൾജിബ്രൈക് ഫോം വെച്ചിട്ട് നമുക്കൊരു ജനറൽ ഫോം കൊണ്ടുവരണം. ഇവിടെ 8ന്റെ ഗുണിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാറ്റേൺ തന്നിരിക്കുന്നത്. 24, 32, 40. പിന്നെ 2 പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായിട്ടാണ് 2 എടുത്ത് എഴുതിയിരിക്കുന്നത്. ഇനി 8ന്റെ ഗുണിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 ഗുണം 3 ആണ് 24, നമുക്ക് അറിയാവുന്നതാണ്. 8 ഗുണം 4 ആണ് 32, 8 ഗുണം 5 ആണ് 40. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് 2 പൂർണ്ണവർഗങ്ങളുടെ തുകയോ വ്യത്യാസമോ ആയിട്ടാണ് ചോദ്യം വരുന്നത്. അപ്പോൾ തുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ ചെയ്യുക, വ്യത്യാസമാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ഐഡന്റിറ്റി ഉപയോഗിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ 2 ഐഡന്റിറ്റി മാത്രമേ പഠിച്ചുള്ളൂ. അപ്പോൾ അടുത്ത നമുക്ക് 2 സ്റ്റെപ്പ് എഴുതണം അല്ലെ. ഈ പാറ്റേണിൽ 2 സ്റ്റെപ്പ് എഴുതണം. അപ്പോൾ 8 ഗുണം 5 വരെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ 8 ഗുണം 6ഉം 8 ഗുണം 7ഉമാണ് നമുക്ക് വേണ്ടത്. 8 6 ആർ നമുക്കറിയാം 48 ആണ്. 8 7 ആർ 56 ആണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഈ പാറ്റേൺ പോലെ നമുക്ക് ഉണ്ടാക്കണമല്ലോ. ഇപ്പൊ 7 7 സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 സ്ക്വയർ 7 കഴിഞ്ഞാൽ 8 ഇല്ല, 9 ഉണ്ട്, 10 ഇല്ല, 11 ഉണ്ട്. ഓരോന്ന് വിട്ടുവിട്ടാണ് അല്ലെ. അപ്പൊ 11 കഴിഞ്ഞാൽ 12 എഴുതരുത്, 13 സ്ക്വയർ എഴുതുക. 13 കഴിഞ്ഞാൽ 14 എഴുതരുത്, 15 സ്ക്വയർ എഴുതുക. മൈനസ്. ഇനി ഇവിടെ 5 കഴിഞ്ഞാൽ 6 ഇല്ല, 7 ഉണ്ട്, 8 ഇല്ല, 9 ഉണ്ട്. ഇവിടെയും ഓരോന്ന് വിട്ടുവിട്ടാണ്. 9 കഴിഞ്ഞാൽ 10 എഴുതരുത്, 11 സ്ക്വയർ എഴുതുക. 11 കഴിഞ്ഞാൽ 12 എഴുതരുത്, 13 സ്ക്വയർ എഴുതുക. ഇനി ഇവിടത്തെ നമുക്ക് നോക്കാം. ഇവിടെ 5ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 കഴിഞ്ഞാൽ 6 ഉണ്ട്, 7 ഉണ്ട്. അപ്പൊ അടുത്തത് 8 ആണ്, പിന്നെ 9 ആണ്. ഇവിടെ 1 കഴിഞ്ഞാൽ 2 3, അപ്പൊ എന്താ അടുത്ത 4, പിന്നെ 5. അപ്പോൾ നമുക്ക് അടുത്ത 2 സ്റ്റെപ്പുകൾ കിട്ടിയല്ലോ. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമാണ്, പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ നമ്മൾ ഏത് ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യേണ്ടത്? 4xy ഈക്വൽ ടു x പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഈ ഐഡന്റിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ നമ്പർ എടുത്ത് നമുക്ക് ഇത് ശരിയാണോ എന്ന് നോക്കാം. ആദ്യത്തെ നമ്പർ എന്താണ്? 24 ആണ്. അപ്പൊ ആ 24നെ 4 ഇൻറ്റു ആ ഒരു രീതിയിലേക്ക് എക്സ് ഇൻറ്റു വൈ. അപ്പൊ എക്സും വൈയും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 4 ഇൻറ്റു എത്രയാണ്? 6 ആണ് 24. അപ്പൊ നമുക്ക് എക്സിന് 6ഉം വൈക്ക് 1 എന്നും കൊടുക്കാമല്ലോ. 4 ഇൻറ്റു 6 24, 24 ഇൻറ്റു 1 24 തന്നെ. ഇനി ഇവിടെ 6 തന്നെ കൊടുക്കണമെന്നുണ്ടോ? 4 ഇൻറ്റു 3 കൊടുത്താലോ. അപ്പോൾ 4 3s are 12, 12 ഇൻറ്റു 2 ആണ് 24 അല്ലേ. അപ്പം നമുക്ക് ഈ 2 ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷനിൽ എക്സിന് 6ഉം വൈക്ക് 1ഉം, രണ്ടാമത്തെ ഓപ്ഷനിൽ എക്സിന് 3ഉം വൈക്ക് 2. അപ്പോൾ നമുക്ക് രണ്ടും ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ആദ്യം നമുക്ക് കംപ്ലീറ്റ് ആക്കാം. എക്സിന് 6 ഇട്ട് കൊടുക്കുന്നു, വൈക്ക് 1 ഇട്ട് കൊടുക്കുന്നു, മൈനസ് എക്സിന് 6 ഇട്ട് കൊടുക്കുന്നു, വൈക്ക് 1 ഇട്ട് കൊടുക്കുന്നു, സ്ക്വയർ. അപ്പോൾ 6 പ്ലസ് 1 അല്ലേ 7, 7 സ്ക്വയർ മൈനസ് 6 മൈനസ് 1 5 സ്ക്വയർ. അതല്ല ഈ കിടക്കുന്ന 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. ഇനി ഈ ഓപ്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എക്സിന് 3ഉം വൈക്ക് 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സിന് 3 വൈക്ക് 2 ഹോൾ സ്ക്വയർ. 3 പ്ലസ് 2 ആണ് 5 സ്ക്വയർ മൈനസ് 3 മൈനസ് 2 1 ആണ് 1 സ്ക്വയർ. അതല്ല ഈ ലാസ്റ്റ് കിടക്കുന്നത് 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് നമ്പറായ 24ന് ഇത് കറക്റ്റ് ആയല്ലോ. ഇനി സെക്കൻഡ് നമ്പർ നമുക്ക് നോക്കാം. സെക്കൻഡ് നമ്പർ എന്താണ്? 32 ആണ്. ഈ 32നെ 4 ഇൻറ്റു എന്തെന്ന് എഴുതാം? 8 ഇൻറ്റു 1 ആണ്. 4 8s are 32, 32 ഇൻറ്റു 1 അല്ലേ 32. അല്ലെങ്കിൽ 4 ഇൻറ്റു 4 16, 16 2s are അല്ലേ 32 അല്ലേ. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വിലകൾ മാറിയല്ലോ. എക്സിന് 1ഉം എക്സിന് 8ഉം വൈക്ക് 1ഉം വന്നു. ഇവിടെ എക്സിന് 4ഉം വൈക്ക് 2. അപ്പോൾ 8 പ്ലസ് 1 എന്താണ്? 9 ആണ്. 9 സ്ക്വയർ. 8 മൈനസ് 1 7 ആണ്. അപ്പം 9 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? അതല്ല ഇവിടെ കിടക്കുന്നത്. ഇനി ഇവിടെ 4 പ്ലസ് 2 എന്ത് വന്നു? 6 വന്നു. 6 സ്ക്വയർ. 4 മൈനസ് 2 എന്ത് വന്നു? 2 വന്നു. 2 സ്ക്വയർ. 6 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ അല്ല ഇത്.
ഇനി നമുക്ക് മൂന്നാമത്തെ നമ്പറായ 40 എടുക്കാം. 40യെ 4 × 10 40 × 1. അപ്പോൾ എക്സിന് 10ഉം വൈക്ക് 1ഉം കൊടുത്തു. അല്ലെങ്കിൽ 4 × 5 × 2, 4 × 5 20, 20 × 2 40 അല്ലേ. ആദ്യത്തേൽ എക്സിന് 10, വൈക്ക് 1. അപ്പം 10 - 1 ഹോൾ സ്ക്വയർ. 10 + 1 എന്താ 11 സ്ക്വയർ മൈനസ് 10 - 1 9 സ്ക്വയർ. അതാണല്ലോ ഇവിടെ കിടക്കുന്നത്. ഇനി എക്സിന് 5ഉം വൈക്ക് 2 ഇട്ട് കൊടുത്താൽ 5 + 2 ഹോൾ സ്ക്വയർ മൈനസ് 5 - 2 ഹോൾ സ്ക്വയർ. 5 + 2 7 ആയി. 7 സ്ക്വയർ മൈനസ് 5 - 2 എന്ന് പറയുന്നത് 3 ആണ്. അതെല്ലാം 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അപ്പോൾ അതും ശരിയായല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ഈ 3 സ്റ്റെപ്പിലും നമ്മുടെ ഈ ഐഡന്റിറ്റി ശരിയായല്ലോ. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സം ആണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ചെയ്ത പോലെ, ഡിഫറൻസ് ആണെങ്കിൽ ഈ ഐഡന്റിറ്റിയും യൂസ് ചെയ്യുക. രണ്ടിടത്തും 2 ഐഡന്റിറ്റി യൂസ് ചെയ്ത് ചെയ്യുക.